ഹായ് ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ള തസ്തികകളുടെ പ്രിലിമിനറി പരീക്ഷ 2021 ഫെബ്രുവരി 1-ാം തീയതി നടക്കുന്നുണ്ട്. ഇതിന്റെ കൺഫർമേഷൻ നിർദ്ദേശങ്ങൾ കേരള PSC ഇറക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം നോക്കുന്നത്. ഏതായാലും നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് നോക്കാം. കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ അപേക്ഷിച്ച തസ്തികകൾക്ക് മാത്രമാണ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷാ കേന്ദ്രം മാത്രമാണ്. അതായത് കൺഫർമേഷൻ ടൈമിൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് സ്വന്തം ജില്ല കൊടുത്തതുകൊണ്ട് നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്ക് നിങ്ങൾ അപേക്ഷിച്ച ജില്ലയ്ക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഒന്നിലധികം തസ്തികയിൽ അപേക്ഷിച്ചിട്ടുള്ള ഓരോ തസ്തികയ്ക്കും കൺഫർമേഷൻ നൽകണം. ഏത് ഭാഷയിലുള്ള ചോദ്യക്കടലാസാണ്, അതായത് മലയാളം, തമിഴ്, കന്നഡ ആവശ്യമെന്നും ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്നും കൺഫർമേഷൻ ടൈമിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഉദ്യോഗാർത്ഥി തിരഞ്ഞെടുക്കുന്ന ഭാഷയിലെ ചോദ്യക്കടലാസ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഭാഷ ഒരിക്കലും തെറ്റാതിരിക്കുക. മലയാളം, തമിഴ്, കന്നഡ എന്നീ 3 ഭാഷകളിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുക. തെറ്റായി ഭാഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും മാറ്റാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പ്രൊഫൈൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മേൽവിലാസത്തിലെ ജില്ല തന്നെ പരീക്ഷ എഴുതാനും തിരഞ്ഞെടുക്കണം. അതും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇപ്പോൾ PSC ഇറക്കിയ ഉത്തരവ് പ്രകാരം ഫെബ്രുവരി 1-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ PSC അറിയിക്കുന്നതാണ്. സീരിയൽ നമ്പർ 1 മുതൽ 149 വരെ, അതായത് ഇതിൽ വരുന്നത് LDC അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ തസ്തികകളും വരുന്നത് ഈ സീരിയൽ നമ്പറിലാണ്. അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് തുടങ്ങുന്നത് 23/11/2020 മുതൽ 12/12/2020 വരെയാണ്. ഇവിടെ സീരിയൽ നമ്പർ 150 ഒരൊറ്റ തസ്തിക വരുന്നുള്ളൂ. സ്റ്റീൽ ഇൻഡസ്ട്രിയൽ പിയൂൺ ആണ്. അതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 4/12/2020 മുതൽ 23/12/2020 ആണ്. ആ ഡേറ്റ്, 2 ഡേറ്റ് നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിടുക. നമ്മൾ അവസാന ഘട്ടത്തിലോട്ടൊന്നും പോവാതെ ആദ്യം തന്നെ സമയം എടുത്തുകൊണ്ട് നമ്മൾ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവസാന ഘട്ടമാകുമ്പോഴേക്ക് ഒരുപാട് സെർവർ ഹാങ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ OTP ഒന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് PSC. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും PSCയുടെ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ്. ഇവിടെ സിലബസ് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 100 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടായിരിക്കുക. അതിന്റെ മീഡിയം വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കൺഫർമേഷൻ സമയത്ത് നമ്മൾ ഈ ലാംഗ്വേജ് തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ ലഭിക്കുന്നത് നമ്മൾ തെറ്റായി കൊടുക്കുന്ന അതേ ലാംഗ്വേജ് ആയിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ തെറ്റാതെ എല്ലാവരും നമ്മളെ ലാംഗ്വേജ് മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ പരീക്ഷ മോഡ് പറയുന്നത് OMR തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ ഡ്യൂറേഷന് 1.25 മണിക്കൂറാണ്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നിലധികം തസ്തികകൾക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികയിലേക്കും സ്ഥിരീകരണം നൽകേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പർ ആണ്, അതായത് മലയാളം, തമിഴ്, കന്നഡ ആവശ്യമുള്ളത് എന്നും ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്നും കൺഫർമേഷൻ നൽകുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോ ഉദ്യോഗാർത്ഥിക്കും അവർ തിരഞ്ഞെടുത്ത മാധ്യമത്തിലുള്ള ചോദ്യപേപ്പർ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അതൊന്നും കൂടി ഓർത്തിരിക്കുക. പരീക്ഷ എഴുതുന്നതിനുള്ള ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിശ്ചിത സമയം വരെ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുന്നതല്ല. കൂടാതെ അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. അതുകൊണ്ട് കൺഫർമേഷൻ സമയത്ത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കൺഫർമേഷൻ തീയതി അവസാനിച്ചതിന് ശേഷം പരീക്ഷാ തീയതികളും സമയം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രാഥമിക എക്സാമിന്റെ ഡേറ്റ് ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട്. മാറിയിട്ടില്ലെങ്കിൽ 1-ാം തീയതി നമുക്ക് പരീക്ഷ ഉണ്ടാകുന്നതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സ്ഥിരീകരണം നൽകുന്നവർക്ക് പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അത് നമുക്ക് പ്രാഥമിക പരീക്ഷകൾ
ഈ താഴെ പറയുന്ന തസ്തികകളായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തേത് കാറ്റഗറി നമ്പർ 125/2017 സീമാന്, കൊല്ലം ജില്ലയിലേക്കാണ് അത് വിളിച്ചിരിക്കുന്നത്. അതുപോലെ 384/2017 സീമാൻ തന്നെയാണ്, അത് കോഴിക്കോട് ജില്ലയിലോട്ട് വിളിച്ചതാണ്. അടുത്തത് 244/2018 ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 ആണ്, കേരള വാട്ടർ അതോറിറ്റി, അത് സ്റ്റേറ്റ് വൈഡ് ആണ്. 89/2019 ഓഫീസ് അറ്റൻഡന്റ്, അതും സ്റ്റേറ്റ് വൈഡ് ആണ്. അടുത്തത് 103/2019 ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അത് കൊല്ലം ജില്ലയിലേക്കാണ് വിളിച്ചിരുന്നത്. അതുപോലെ 103/2019 അത് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അത് വിളിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലോട്ടാണ്, അതും ഒരേ കാറ്റഗറി നമ്പറിൽ വരുന്നതാണ്. ആ 103/2019 ഒരുപാട് ജില്ലയിലോട്ട് വിളിച്ചിട്ടുണ്ട്, അതിവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഏകദേശം എല്ലാ ജില്ലയിലോട്ടും തന്നെ വിളിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം. അതാണ് 103/2019. അത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അതാണ് അതിൻ്റെ തസ്തികയുടെ പേര്. അടുത്ത കാറ്റഗറി നമ്പർ വരുന്നത് 104/2019 ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്, അതും എല്ലാ ജില്ലയിലോട്ടും നടക്കുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം. അങ്ങനെ അതും എല്ലാ ജില്ലയിലോട്ടും ഉള്ള നോട്ടിഫിക്കേഷനാണ്. അടുത്തത് 147/2019 സ്റ്റെനോഗ്രാഫർ, അത് സ്റ്റേറ്റ് വൈഡ് ആണ്. അടുത്തത് 149/2019 അസിസ്റ്റന്റ് കമ്പൈലർ, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡ്, അത് സ്റ്റേറ്റ് വൈഡ് ആണ്. അടുത്ത കാറ്റഗറി നമ്പർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. 156/2019 ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ആലപ്പുഴ ജില്ലയിലോട്ടാണ്. അതുപോലെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് തന്നെയാണ്, അതും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/ST തൃശ്ശൂർ. അതുപോലെ തന്നെ കണ്ണൂരിലോട്ടും നടക്കുന്നുണ്ട്, അതേ കാറ്റഗറി നമ്പർ തന്നെ. അടുത്തത് 171/2019 ലോവർ ഡിവിഷൻ ക്ലർക്ക്, കേരള സ്റ്റേറ്റ് കോയർ കോർപ്പറേഷൻ ലിമിറ്റഡ്, അത് NCA നോട്ടിഫിക്കേഷൻ ആണ്, മുസ്ലിം, അത് സ്റ്റേറ്റ് വൈഡ് നടക്കുന്നതാണ്. അടുത്തത് 207/2019 LD ക്ലർക്ക് വേരിയസ്, അത് തിരുവനന്തപുരം ജില്ല. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും നടക്കുന്നുണ്ട്. 207/2019 നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ വരുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി നമ്പർ 208/2019 LD ക്ലർക്ക് വേരിയസ്, അതും എല്ലാ ജില്ലയിലും നടക്കുന്നതാണ്. തിരുവനന്തപുരം മുതൽ നമ്മുടെ എല്ലാ ജില്ലയിലോട്ടും നടക്കുന്ന നോട്ടിഫിക്കേഷനാണത്. ആ കാറ്റഗറി നമ്പർ 208/2019 ആണ്, LD ക്ലർക്ക് വേരിയസ്. 208 കഴിഞ്ഞാൽ അടുത്തത് വരുന്ന കാറ്റഗറി നമ്പർ 215/2019 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ്, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ഇടുക്കിയാണ്. അതുപോലെ 215/2019 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ്, അതും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST കണ്ണൂർ. അത് കഴിഞ്ഞാൽ വരുന്നത് 216/2019 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തന്നെയാണ്, വേരിയസ്, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി ആണ്, അത് കോട്ടയം. അതുപോലെ തന്നെ 216/2019 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ്, അതും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി ഇടുക്കിയാണ്. അതുപോലെ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം എന്നിവിടങ്ങളിലേക്ക് എക്സാം നടക്കുന്നുണ്ട്, അതും 216/2019 തന്നെയാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നത് 275/2019 ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസ്, അത് NCA നോട്ടിഫിക്കേഷനാണ്, തിരുവനന്തപുരം. അതുപോലെ 276/2019 ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസ് NCA OBC നോട്ടിഫിക്കേഷനാണ്, ആലപ്പുഴ ജില്ലയിലോട്ട്. അടുത്ത കാറ്റഗറി നമ്പർ 311/2019 സൂപ്പർവൈസർ ICDS, അത് സ്റ്റേറ്റ് വൈഡ് ആണ്. അതുപോലെ 312/2019 മെഡിക്കൽ ഫോട്ടോഗ്രാഫർ, സ്റ്റേറ്റ് വൈഡ്. അടുത്തത് 328/2019 സീമാൻ, കണ്ണൂർ ജില്ലയാണ്. അതുപോലെ അടുത്തത് വരുന്നത് 337/2019 ലബോറട്ടറി അറ്റൻഡർ,
അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി ആണ്, സ്റ്റേറ്റ് വൈഡ്. 339/2019 ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് SR ഫോർ ST ഓൺലി തിരുവനന്തപുരം. 339/2019 ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് വേരിയസ് SR ഫോർ ST ഓൺലി കൊല്ലം. അതുപോലെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയെല്ലാം അതേ കാറ്റഗറി നമ്പറാണ് വരുന്നത്. അടുത്ത കാറ്റഗറി നമ്പർ 383/2019 ലൈറ്റ് കീപ്പർ ആൻഡ് സിഗ്നലർ. അത് NC നോട്ടിഫിക്കേഷൻ ആണ്. ഇഴവ, തീയ ആൻഡ് ബില്ലാവ കണ്ണൂർ ജില്ലയിലോട്ടാണ് നടക്കുന്നത്. 400/2019 ബൈൻഡർ ആണ്. അത് സ്റ്റേറ്റ് വൈഡ് നടക്കുന്നതാണ്. 424/2019 ബോട്ട് ലാസ്കർ പോലീസ്, ആലപ്പുഴ ജില്ല. 546/2019 ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസ്, തിരുവനന്തപുരം ജില്ല. അങ്ങനെ 546/2019 ഫീൽഡ് വർക്കറാണ്. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയാണ് ആ ജില്ലകൾ. കാറ്റഗറി നമ്പർ 548/2019 ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയസ്. അതും എല്ലാ ജില്ലയിലോട്ടും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി നമ്പർ 554/2019 LD ക്ലർക്ക് വേരിയസ്. അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി ആണ്, കൊല്ലം ജില്ല. അതുപോലെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം. അടുത്തത് 127 ആണ് സീരിയൽ നമ്പർ. കാറ്റഗറി നമ്പർ 555/2019 LD ക്ലർക്ക് വേരിയസ്. SR ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, തിരുവനന്തപുരം. 605/2019 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ്. NCA ഫോർ ധീവര വിഭാഗക്കാർക്കുള്ളതാണ്, ഇടുക്കിയിലൂടെ നടക്കുന്നത്. 606/2019 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ്. NCA ഫോർ SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി, മലപ്പുറം ജില്ല. അടുത്ത 130ാമത്തെ സീരിയൽ നമ്പർ 4/2020 പിയൂൺ കം വാച്ചർ, കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അതും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, സ്റ്റേറ്റ് വൈഡ് ആണ്. 5/2020 LD ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, സ്റ്റേറ്റ് വൈഡ് ആണ്. 65/2020 ടൈപ്പിസ്റ്റ്, സ്റ്റേറ്റ് വൈഡ് ആണ്. 75/2020 സീമാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി ആണ്, കൊല്ലം ജില്ല. 97/2020 ടൈപ്പിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, സ്റ്റേറ്റ് വൈഡ് ആണ്. 99/2020 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, സ്റ്റേറ്റ് വൈഡ്. 105/2020 അസിസ്റ്റന്റ് സെയിൽസ്മാൻ, തിരുവനന്തപുരം. അതുപോലെ 105/2020 തന്നെയാണ് ഇനി വരുന്ന കാറ്റഗറി നമ്പർ എല്ലാം. അത് എല്ലാ ജില്ലയിലൂടെ നടക്കുന്നുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. ലാസ്റ്റ് 150ാമത്തേത് വരുന്നത്. ഇതാണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 4-ാം തീയതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, 150ാമത്തെ തസ്തിക സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് പിയൂൺ പോസ്റ്റ് ആണ്. അതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 4/12/2020 മുതൽ 23/12/2020 വരെയാണ്. 1 മുതൽ 149 വരെയുള്ള തസ്തികകൾക്കുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 23/11/2020 മുതൽ 12/12/2020 വരെയാണ്. നമ്മളെ എല്ലാ തസ്തികകളും അതിൽ പെട്ടിട്ടുണ്ട്. അതിൽ പെടാത്തത് 150ാമത്തെ സീരിയൽ നമ്പറിൽ വരുന്ന പിയൂൺ ആണ്. സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് പിയൂൺ തസ്തികയാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 148/2020 ആണ്. അതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 4/12/2020 മുതൽ 23/12/2020 വരെയാണ്. ആ ഡേറ്റ് ഒന്ന് പരസ്പരം മാറാതിരിക്കുക. അപ്പോൾ കേരള PSCയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഈ വിവരം മറ്റുള്ളവർ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇതിനെപ്പറ്റി സംശയമുള്ളവർ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഉദ്യോഗാർത്ഥികളെല്ലാവരും നേരത്തെ തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത്
ഒരിക്കലും ലാംഗ്വേജ് അതുപോലെ ജില്ലകളൊന്നും മാറാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും താങ്ക് യു.